ഹലോ എവരിവൺ. എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? സിമ്പിൾ ആയ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ്, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ചരക്കുകളുടെ പ്രൈസ്, കൺസ്യൂമറുടെ വരുമാനം എന്നീ ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ എങ്ങനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചകത്തെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിലുള്ള ആവശ്യകത അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കപ്പെടുന്നതിന്റെ അളവാണ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഫാക്ടേഴ്സ് കൺസ്യൂമർ ഡിമാൻഡിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. പ്രൈസിലുള്ള ചെറിയൊരു മാറ്റം പോലും പ്രൊഡക്റ്റിന്റെ വിൽപ്പനയെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ഡിമാൻഡിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ പ്രൈസിലുള്ള മാറ്റങ്ങൾ പ്രൊഡക്റ്റ് ഡിമാൻഡിനെ വലുതായി ബാധിക്കുന്നില്ല എങ്കിൽ അതിനെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും വിളിക്കുന്നു. ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് മൂന്നായി തിരിക്കാം: പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അതിന്റെ ഡിമാൻഡിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വിൽപ്പനയെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ സൂചകമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഉദാഹരണത്തിന്, ഒരു ബ്രാൻഡിന്റെ ടീഷർട്ടിന്റെ വില കൂടുമ്പോൾ ആൾക്കാർ അത് വാങ്ങുന്നത് കുറയുന്നു. വില കുറയുമ്പോൾ വിൽപ്പന കൂടുന്നു. അതാണ് ഇലാസ്റ്റിക്. സമാനമായി വിലയിലുള്ള ഏറ്റക്കുറച്ചിൽ ഷർട്ടിന്റെ ഡിമാൻഡിനെ കാര്യമായി ബാധിക്കുന്നില്ലെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഒരു പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ ഒരു ഫോർമുലയുണ്ട്: പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തെ പ്രൈസിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിക്കുക. ഉത്തരം ഒന്നിന് മുകളിലാണെങ്കിൽ പ്രൊഡക്റ്റ് ഇലാസ്റ്റിക് ആണെന്നും ഒന്നിന് താഴെയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണെന്നും മനസ്സിലാക്കാം. കൃത്യം ഒന്നാണ് ഉത്തരവെങ്കിൽ അതിനെ യൂണിറ്റ് ഇലാസ്റ്റിക് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ടൈപ്പാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് കൺസ്യൂമറുടെ വരുമാനത്തെയാണ് ഡിമാൻഡായി ബന്ധിപ്പിക്കുന്നത്. കൺസ്യൂമറുടെ ഇൻകം കൂടുന്നതോ കുറയുന്നതോ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണിക്കുന്നത്. വരുമാനം കൂടുന്നത് സാധാരണയായി കോസ്റ്റ്ലി ഫുഡ്, മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് ക്ലോത്ത്സ് അടക്കമുള്ള നോർമൽ ഗുഡ്സിന്റെ സെയിൽ വർദ്ധിപ്പിക്കുന്നു. അതേസമയം വില കുറഞ്ഞ ഭക്ഷണം, ഡ്രസ്സ് അടക്കമുള്ള ഇൻഫീരിയർ ഗുഡ്സിന്റെ വിൽപ്പന കുറയുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വിഭാഗം ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് മറ്റൊരു പ്രൊഡക്റ്റിന്റെ വിലയെ എങ്ങനെ ബാധിക്കുന്നു എന്നത് ഈ സൂചകം വ്യക്തമാക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, കോഫിയുടെ വില കൂടിയാൽ ആൾക്കാർ ചായ കൂടുതൽ പ്രിഫർ ചെയ്തേക്കാം. അതുപോലെ പെട്രോളിന്റെ വില അനധികൃതമായി കൂടുന്നത് കാരണം കാറിന്റെ വിൽപ്പന കുറയാനും കാരണമായേക്കാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ സില്ലിയായി തോന്നിയാലും ഈ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമായും ബിസിനസ്സുകാരെയും ഗവൺമെന്റിനെയും സംബന്ധിച്ച് പ്രൊഡക്റ്റിന്റെ വില കൂട്ടണോ കുറയ്ക്കണോ എന്നത് ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിന് തീരുമാനിക്കാൻ പറ്റും. ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ അവർക്ക് വിൽപ്പനയിൽ കുറവ് വരാതെ തന്നെ വില കൂട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. സമാനമായി ഗവൺമെന്റിന് ടാക്സ് ഇമ്പോസിംഗിലും ഇത് സഹായകമാണ്. മദ്യം, പെട്രോൾ തുടങ്ങിയവയ്ക്ക് എത്രയൊക്കെ ടാക്സ് കൂട്ടിയാലും സെസ് പിടിച്ചാലും വിൽപ്പന കുറയാൻ പോകുന്നില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ, മാർക്കറ്റിലെ മാറ്റങ്ങളും ആൾക്കാരുടെ വാങ്ങൽ ശേഷിയും വിലയിരുത്താൻ ഈ സൂചകങ്ങളിലൂടെ സാധിക്കും. ബിസിനസ്സിനും ഗവൺമെന്റിനും ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എടുക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.